നമസ്കാരം. സഭാതലത്തിൽ അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും മുഴങ്ങി. ചില സ്ത്രീകളുടെ വിലാപം ഉയർന്നു കേട്ടു. അതിലൊരുത്തിയുടെ തല ഒരുത്തൻ്റെ കക്ഷത്തിൽ ഞെരിഞ്ഞമരുന്നു. ദുര്യോധനൻ്റെ ആജ്ഞ കേട്ട ദുശാസനൻ പാഞ്ചാലിയുടെ ഉടുപുടവ അഴിച്ചു പറിക്കും പോലെ ഒരുത്തൻ ഒരുത്തിയുടെ ചേല വലിച്ചഴിക്കുന്നു. ആനയും ഘടോൽക്കജനും ഒരുമിച്ച് ചിഹ്നം വിളിക്കുന്നു. ആൺതലകളും പെൺതലകളും കൂട്ടിമുട്ടുന്നു. ആരുടെയൊക്കെയോ വാരിയെല്ലുകൾ ചതയുന്ന ശബ്ദം. ഒരുത്തൻ കലിപൂണ്ട് ഒരുത്തിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നു. ഭഗതത്തിനെ നേരിടുന്ന ഘടോൽക്കജനെ പോലെ വെറും കൈയുമായി ശബരിനാഥൻ എതിരാളിയുടെ മണിപൂരകത്തിന് പിടിക്കുന്നു. മറ്റൊരുത്തൻ ശബരിനാഥനെ കൈവീശി അട്ടിക്കുന്നു. മതഗജം പോലെ ഇരു കൈകൊണ്ടും ആക്രമിക്കുകയാണ് ശബരിനാഥൻ. ഇരുവശവും ഉഗ്രമായി പൊരുതി അടുക്കുന്നു. സ്ത്രീകളുടെ വിലാപങ്ങൾ ആരും കേൾക്കുന്നതായി ഭാവിക്കുന്നില്ല. ചമയങ്ങൾ അണിഞ്ഞു വന്ന സ്ത്രീകൾ കയ്യിൽ കിട്ടിയ ചൂടുവെള്ളമെടുത്ത് എതിരാളിക്ക് മേൽ തൂവുന്നു. വെട്ടിയെടുത്ത ആലംബുഷന്റെ തലയും തൂക്കിപ്പിടിച്ച് ഘടോൽക്കജൻ അർജുനന് കൊടുക്കാൻ പോകുന്നത് പോലെ തട്ടിയെടുത്ത ഹാജർ ബുക്കുമായി ഒരു സംഘി കടക്കാൻ ശ്രമിക്കുന്നു. യുദ്ധം നിർത്തുന്ന ഭേരീനാദം മുഴക്കാൻ ആരുമില്ല. യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്നവർ തൊള്ളി വെള്ളം കുടിക്കാൻ ഞരങ്ങുകയാണ്. പരിക്കേറ്റ് പിടയുന്നവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ ചീറിപ്പായുന്നു. കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, വാരിയെല്ലുകൾ ചതഞ്ഞവർ, കഴുത്തൊടിഞ്ഞു തൂങ്ങിയവർ, പാദങ്ങൾ തിരിഞ്ഞു പോയവർ, തലപൊട്ടി കഴുത്തൊടിഞ്ഞു തൂങ്ങിയവർ. ആപത്ത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം കൈനിലയിലേക്ക് മടങ്ങിയ മേയർ ഇന്നലെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെണ്ണ് പെണ്ണിനോടും ആണിനോടും എന്ന യുദ്ധനീതിയെല്ലാം മറന്നുപോയിരിക്കുന്നു. ആഹാ, എത്ര മനോഹരമായ രംഗങ്ങൾ! ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ വരൂ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്. പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എന്ന് കൽപ്പന ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് ഇത്രയും സൗന്ദര്യം കൊടുക്കരുതായിരുന്നു. അവിടെ എത്രയോ ദിവസങ്ങളായി ആ സൗന്ദര്യം പൂത്ത് തളിർത്ത് നിൽക്കുകയാണ്. സുഗതൻ ഗുണ്ടയുടെ പേര് പറഞ്ഞായിരുന്നു ഇന്നലത്തെ അടി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന LDF-ന്റെ കൗൺസിലർമാരെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. പരിക്കേറ്റ പ്രതിപക്ഷ MLA-മാർ അടക്കം ഇപ്പോൾ ആംബുലൻസിൽ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അണമുഖം കൗൺസിലർ വീണ എന്നിവരെയാണ് ഇപ്പോൾ കൗൺസിൽ ഹാളിലേക്ക് ഇപ്പോൾ സഹപ്രവർത്തകർ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നത്. സുഗതനെ പിടിക്കാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തമ്മിൽ തള്ളുന്ന കൗൺസിലർമാരെ പിരിച്ചുവിടാൻ പോലീസിന് വെടിവെക്കേണ്ടി വരുന്ന അവസ്ഥ. ഒരു പടക്കളം പോലെയാണ് ഇപ്പോൾ കൗൺസിൽ ഹാൾ. എല്ലാ ദിവസവും ഉഗ്രയുദ്ധങ്ങളാണ്. LDF-കാരെ എല്ലുനുറുങ്ങനെ ചവിട്ടുന്ന BJP-കാർ, BJP കൗൺസിലർമാരുടെ വസ്ത്രവും മുടിയും വലിച്ചു പറിക്കുന്ന LDF കൗൺസിലർമാർ, ഹാജർ ബുക്ക് പിടിച്ചു വാങ്ങാൻ BJP കൗൺസിലർമാരെ ആക്രമിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ. ചുരുക്കി പറഞ്ഞാൽ അടിയോടടിയാണ്. ഇനി ഒടിയാനൊന്നും ബാക്കിയില്ല എന്ന മട്ടിൽ ആശുപത്രിയിൽ നിന്നും കൗൺസിൽ ഹാളിലേക്ക് വരുന്ന LDF അംഗങ്ങൾ. അതിരാവിലെ അലക്കിത്തേച്ച് കൗൺസിൽ യോഗത്തിന് പോകുന്ന അംഗങ്ങൾ രാത്രി ആംബുലൻസിലാണ് തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറേ സുന്ദരിമാർ അവതരിച്ചിട്ടുണ്ട് മൂന്ന് പക്ഷത്തും. അവർ നിത്യവും ഇടുന്ന റീൽസുകൾ മാത്രമാണിപ്പോൾ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങൾ. നിയമസഭയിൽ എത്തിച്ചേരാൻ കഴിയാത്തതിൻ്റെ ദുഃഖം കോർപ്പറേഷനിൽ അടിച്ചു തീർക്കുകയാണ് ശബരിനാഥൻ. ശബരി ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതുന്നത്. മുമ്പിൽ കവചമായ കുറേ സ്ത്രീകളും നിൽപ്പുണ്ട്. ശബരിനാഥൻ്റെ ഉരുക്ക് മുഷ്ടിക്കിടയിൽപ്പെട്ട് കഴുത്തൊടിയുന്ന ഒരു വനിതാ കൗൺസിലറെയും കണ്ടു. അവർ വലിയ വായിൽ വിളിച്ചു കൂവിയിട്ടും ആരും പിന്മാറുന്ന ലക്ഷണമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട കുറേ ഗുണ്ടകൾ കോർപ്പറേഷനെ തമ്മിത്തല്ലുന്നു എന്ന് മാത്രമേ ഇവരെപ്പറ്റി പറയാൻ പറ്റൂ. അതിൽ മൂന്ന് പക്ഷവുമുണ്ട്. ഇവർ തമ്മിത്തല്ലുന്നതും തെറിവിളിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത്. പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന കോർപ്പറേഷൻ ഭരണം നഷ്ടമായതിൻ്റെ ലക്കുകേടിലാണ് ഇടതുപക്ഷം. അവർക്ക് ഈ നഷ്ടം സഹിക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഭരണം കിട്ടിയിട്ടും കോർപ്പറേഷൻ പിടിക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖമുണ്ട് കോൺഗ്രസ്സുകാർക്ക്. കിട്ടിയ ഭരണം എങ്ങനെ കുളമാക്കാമെന്ന് ആലോചിക്കുന്നവരാണ് BJP-കാർ. അവർ മുൻപ് ഭരിച്ച ഇടങ്ങളിലെല്ലാം ഇത് നമ്മൾ കണ്ടതാണ്. കോർപ്പറേഷൻ കയ്യിൽ കിട്ടി ഇത്ര നാളുകളായിട്ടും അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളോ മഴക്കാലപൂർവ്വ ശുചീകരണമോ നടത്താൻ ഇനിയും BJP-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോപണം. നാമമാത്രമായ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന BJP ഇപ്പോഴും ആശങ്കയിലാണ്. ഒരു ക്രിമിനലിനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണിപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയ്ക്ക് ചുറ്റും അനാഥപ്രേതങ്ങളെപ്പോലെ പാരവയ്ക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടി മാമനും.
രണ്ടിൻ്റെയും പണി പോയി വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPക്കാരുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ LDFിൻ്റെ കൗൺസിലർമാർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുന്ന രംഗം കണ്ടു. നാടകം അഭിനയിക്കുന്ന കാര്യത്തിൽ അവരെ കഴിഞ്ഞ ആളുകളുള്ളൂ. എന്തൊരു ഭീകരമായ പരിക്കാണത്. ദേഹമാസകലം ഒടിഞ്ഞ് തലയും മൂടിക്കെട്ടി വരുന്ന കൗൺസിലർമാർക്ക് ചുറ്റും നിന്ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ഗുരുതരാവസ്ഥയിലായ ഒരാൾക്ക് ചുറ്റും നിന്ന് ഇങ്ങനെ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുമോ ആരെങ്കിലും? ഇങ്ങനെ പോയാൽ കൗൺസിൽ ഹാളിൽ ഒരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ലോഡ് ശവം വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അഴുകുന്ന മാംസത്തിൻ്റെയും കട്ട പിടിച്ച ചോരയുടെയും മണം ശ്വസിക്കേണ്ടി വരുമോ ജനങ്ങൾക്ക്? അകത്ത് കിടക്കുന്ന സുഗതനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഓരോ തവണ അടിയുണ്ടാകുമ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് എന്നാണ്. ദേശീയ പാർട്ടിയാണെങ്കിൽ കാപ്പ കേസിൽപ്പെടുന്നവനെ വെറുതെ വിടണമെന്ന് വകുപ്പുണ്ടോ ചന്ദ്രശേഖർജി? നിങ്ങൾ ദേശീയ പാർട്ടിയാണെന്ന് കരുതി നാട്ടിൻപുറങ്ങളിൽ മാത്രം കാണപ്പെടുന്ന CPM എന്ന പാർട്ടിയെ ചെറുതായി കാണരുത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചവിട്ടിക്കൂട്ടലും അടിയും ആർത്തനാദങ്ങളും കാണുമ്പോൾ ഒരാൾ വീട്ടിലിരുന്ന് ചിരിയോടെ ചിരിയാണ്. മറ്റാരുമല്ല, നമ്മുടെ പഴയ മേയർ ഊട്ടി. ഇപ്പോൾ പരസ്പരം പറഞ്ഞു ചിരിക്കാൻ പണിയില്ലാത്ത ഭർത്താവും കൂടെയുണ്ട്. ഈ ദമ്പതികൾ കാരണമാണ് ഇടതുപക്ഷത്തിന് ഈ ഗതി വന്നത്. UDF അവിശ്വാസം കൊണ്ടുവന്നാൽ LDF അതിനെ പിന്താങ്ങുമെന്ന് വെറുതെ കരുതിപ്പോയോ ശബരിനാഥൻ? ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നും കരുതി. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക, ഇതാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും കട്ടമറിഞ്ഞു, പടം മാറി. അവിശ്വാസവും പൊക്കിക്കൊണ്ടുവന്ന് നാണം കെട്ട പരിപാടി കാണിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടുന്നതാണ് ശബരിനാഥന് നല്ലത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നിങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ചതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പഠിക്കണം. എന്തൊരു നാണം കെട്ടതും ലജ്ജാകരവുമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിയുടെ കയ്യിലിരുന്ന ഹാജർ ബുക്ക് പിടിച്ചു വാങ്ങാൻ മറ്റൊരു ഗുണ്ടയായ ചെമ്പഴന്തി ഉദയൻ തുനിഞ്ഞതാണ് അടിപൊട്ടാൻ കാരണമായത്. അയാൾ കൈവീശി ശബരിനാഥനെ അടിക്കുന്ന രംഗവും കാണാം. തിരിച്ച് ശബരിനാഥൻ ചെമ്പഴന്തിക്കാരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉടുപ്പ് വലിച്ചു കീറുകയായി. ഇവനെയൊക്കെ ഗുണ്ടയെന്ന് തന്നെ വിളിക്കൂ. ഇതൊക്കെ കാണുമ്പോൾ തെമ്മാടിത്തരം, ലജ്ജാകരം എന്നൊക്കെ അല്ലാതെ പറയാനില്ല. മൽപ്പിടുത്തവും മുണ്ടുപറിക്കലും കഴുത്തിന് കുത്തിപ്പിടിക്കലും അല്ലാതെ നിയമപരമായ മാർഗത്തിലൂടെ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ UDFന് കഴിയില്ലേ? ഇനി അഥവാ ഹാജർ ബുക്കിൽ എങ്ങനെ കൃത്രിമം കാട്ടി സുഗതൻ്റെ ഒപ്പിടാനാണ്? അയാൾ ജയിലിൽ കിടക്കുന്നത് രേഖയില്ലേ കോന്തന്മാരെ? സുഗതൻ എന്താ ജയിലിൻ്റെ ഓടിളക്കി വന്ന് രാത്രിയിൽ ഒപ്പിടുമോ? ചുരുക്കി പറഞ്ഞാൽ ഭരണം നടക്കുന്നില്ലെങ്കിലും കൂട്ടയടി നിത്യവുമുണ്ട്. അടിമേടിച്ച് ചുരുളുന്ന കൗൺസിലർമാർക്ക് വേണ്ടി മാത്രം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബ്ലോക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് കൂട്ടയടി നടത്തിയിട്ട് എൻ്റെ തുണി പറിച്ച് മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കരുത്. കൗൺസിൽ ഹാളിൽ കിടന്ന് തല്ലുമേടിച്ചവനും മുണ്ട് പറിച്ചവനുമെല്ലാം നാളെ കൊടിയും പിടിച്ച് തെരുവിലേക്കിറങ്ങും അടുത്ത സമരവുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ. എന്നാലും LDFുമായി ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ച ശബരിനാഥൻ്റെ ബുദ്ധിയെ സമ്മതിച്ചേ പറ്റൂ. ഇത് KPCC നേതൃത്വത്തോട് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നുവോ? എന്തായാലും ഇന്നലത്തെ ഉഗ്രം പ്രകടനത്തോടെ ശബരിനാഥൻ്റെ ഗ്രാഫ് ഉയർന്നോ അതോ താണോ? വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ വെച്ച് ഇക്കാലം അത്രയും കൊള്ളയടിച്ചവരാണ് CPMകാർ. ജനങ്ങൾ അവരെ വെറുത്ത് പുറത്താക്കി. അവർക്കൊപ്പം എന്ത് സംബന്ധത്തിനാണ് ഈ ശബരിനാഥൻ പോയത്? 45 വർഷം കയ്യിലിരുന്ന ഭരണം കൊണ്ടു കളഞ്ഞിട്ട് ഇപ്പോൾ മേയറെ അവലോസുണ്ട തീറ്റിക്കാൻ നടക്കുകയാണ് ദീപകിനെ പോലെയുള്ള CPMകാർ. എങ്ങനെയെങ്കിലും CPMനൊപ്പം ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് ഒരു മേയറാകാൻ പറ്റുമോ എന്ന് നോക്കുകയാണോ ശബരിനാഥൻ? മിനിഞ്ഞാന്ന് വന്ന പിള്ളേര് വരെ മന്ത്രിയായി വിലസുമ്പോൾ ഭരണം കിട്ടിയിട്ടും ശബരിനാഥന് വെറും കൗൺസിലർ ആകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഭാര്യയുടെ പ്രകടനം കണ്ട് വെറുത്ത കോൺഗ്രസ്സുകാർ പോലും നേമത്ത് ശബരിനാഥന് വോട്ട് കൊടുത്തില്ല. ഈ സംസ്കാര ശൂന്യന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളിപ്പോൾ തലയിൽ കൈവയ്ക്കുകയാണ്.